നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 2024 എയിംസിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ, PG കോഴ്സുകൾ തുടങ്ങിയവയുടെ അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിൻ്റെ ബേസിക് രജിസ്ട്രേഷനിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, അഡ്രസ് ഡീറ്റെയിൽസ് എന്നിവ നൽകിയതിന് ശേഷം ഡിക്ലറേഷനിൽ ടിക്ക് ചെയ്യണം. അതിനുശേഷം ജനറേറ്റ് രജിസ്ട്രേഷൻ ID ആൻഡ് പാസ്വേഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പ്രിൻ്റ് വരും. അതിൽ രജിസ്ട്രേഷൻ ID ഉണ്ടായിരിക്കും. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അതുകൂടാതെ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്കും ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ IDയിലേക്കും മൊബൈൽ നമ്പറിലേക്കും മെസ്സേജ് വരികയും ചെയ്യും. ഇതിന് ശേഷമാണ് ഫോട്ടോ, തമ്പ് ഇംപ്രഷൻ, സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ ഓപ്ഷനിൽ ഉള്ള OKയിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ആപ്ലിക്കൻ്റ് ലോഗിൻ സോൺ എന്നതിൽ രജിസ്ട്രേഷൻ IDയും പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ഒരു പേജ് ഓപ്പൺ ആകും. ഇതുപോലെ ഒരു പേജാണ് വരുന്നത്. അവിടെയാണ് ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജ് കാണുന്നതിൽ ഗ്രീൻ കളർ കാണുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത സ്റ്റെപ്പും ബ്ലൂ കളറിൽ കാണുന്നത് കംപ്ലീറ്റ് ആകാനുള്ള സ്റ്റെപ്പുമാണ്. ഇവിടെ അപ്ലോഡ് ഇമേജസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജാണ് വരുന്നത്. അവിടെ ചൂസ് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് എല്ലാ ഓപ്ഷൻസും ടിക്ക് കൊടുക്കണം. അതിനുശേഷം ഐ എഗ്രി എന്നതിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ആകുന്നതാണ്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. അടുത്തത് സിഗ്നേച്ചറാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോ അപ്ലോഡ് ചെയ്തതുപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അവിടെയും ഐ എഗ്രി സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ സിഗ്നേച്ചർ അപ്ലോഡ് ആകുന്നതാണ്. നെക്സ്റ്റ് തമ്പ് ഇംപ്രഷനാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം എല്ലാ ഓപ്ഷൻസും ടിക്ക് ചെയ്തിട്ട് ഐ എഗ്രി സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡിക്ലറേഷൻ കാണാം. ഡിക്ലറേഷനിൽ ടിക്ക് ചെയ്തിട്ട് അവിടെ കാണുന്ന സബ്മിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യണം. ഫോട്ടോ, തമ്പ് ഇംപ്രഷൻ, സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ബേസിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകും. ഇവിടെ അപ്പോൾ ബേസിക് രജിസ്ട്രേഷൻ ഗ്രീൻ കളറിൽ കാണാം. അവിടെ പ്രിൻ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് എടുക്കണം. അത് സൂക്ഷിച്ച് വയ്ക്കണം. രജിസ്ട്രേഷൻ IDയും പാസ്വേഡും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിച്ചു വയ്ക്കണം. കോഡ് ജനറേഷൻ ടൈമിലും ഫൈനൽ രജിസ്ട്രേഷൻ ടൈമിലും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ലോഗിൻ ചെയ്ത് റിസൾട്ട് നോക്കുന്നതിനും നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ IDയും പാസ്വേഡും ആവശ്യമാണ്. മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും IDയും പാസ്വേഡും ആവശ്യമാണ്. ലോഗിൻ ചെയ്ത് പേജ് ഓപ്പൺ ആകുന്നതിന് ഇത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കണം. നിങ്ങൾ കൊടുക്കുന്ന പേഴ്സണൽ ഡീറ്റെയിൽസും ഫോട്ടോയും സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ എന്നിവ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് അപ്രൂവ് ചെയ്യുന്നത്. അപ്രൂവ് ആകുന്നവർക്ക് മാത്രമാണ് കോഡ് ജനറേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ബേസിക് രജിസ്ട്രേഷൻ റിജക്റ്റ് ആകാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ച് ബേസിക് രജിസ്ട്രേഷൻ നടത്തണം. ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് എല്ലാം വളരെ ശ്രദ്ധിച്ച് ഓരോന്നും അപ്ലോഡ് ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോയുടെ പേജിൽ തമ്പ്, സിഗ്നേച്ചർ എന്നിവ മാറി അപ്ലോഡ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഫോം റിജക്റ്റ് ആകും. ബേസിക് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം 3-4 ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ഫോം അക്സെപ്റ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി പേജിൽ പാസ്വേഡും IDയും കൊടുത്ത് ലോഗിൻ ചെയ്ത് വേണം ചെക്ക് ചെയ്യാൻ. നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസ്, അതുപോലെ തമ്പ്, സിഗ്നേച്ചർ, ഫോട്ടോ എന്നിവയെല്ലാം എയിംസിൻ്റെ ഭാഗത്തു നിന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് വെരിഫൈ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്നത്. റിജക്റ്റ് ആയാൽ എന്ത് കാരണത്താലാണ് റിജക്റ്റ് ആകുന്നത് അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഒരു ബേസിക് രജിസ്ട്രേഷനിലൂടെ തന്നെ നിങ്ങൾക്ക് 2 കോഴ്സുകൾക്കും വേണ്ടി കോഡ് ജനറേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും വേണ്ടി ഒരു ബേസിക് രജിസ്ട്രേഷൻ മാത്രം നടത്തിയാൽ മതി. എന്നാൽ അതിനുശേഷമുള്ള കോഡ് ജനറേഷൻ സമയത്ത് BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സിനും വേണ്ടി 2 കോഡ് ജനറേഷൻ ചെയ്യേണ്ടതാണ്. ഒരു കുട്ടിക്ക് തന്നെ BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും വേണ്ടി രജിസ്ട്രേഷൻ നടത്താം. BSc നഴ്സിംഗിൻ്റെ എൻട്രൻസ് എക്സാം ജൂൺ 8-ാം തീയതിയും പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ജൂലൈ 6-ാം തീയതിയുമാണ്. ബേസിക് രജിസ്ട്രേഷൻ അപ്രൂവ്ഡ് ആയതിനു ശേഷമാണ് കോഡ് ജനറേഷൻ ചെയ്യേണ്ടത്. അപ്രൂവ്ഡ് ആകുന്നവർക്ക് മാത്രമാണ് കോഡ് ജനറേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്രൂവ്ഡ് ആകുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് മെസ്സേജ് വരും. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പായ കോഡ് ജനറേഷനും ഫൈനൽ രജിസ്ട്രേഷനായിട്ട് ഫീ പേയ്മെൻറ്റും കോഴ്സ് സെലക്ഷൻ അതുപോലെ സിറ്റി സെലക്ഷനും നടത്തേണ്ടതാണ്.
കോഡ് ജനറേഷന് ശേഷം ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും കോഡും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യണം. ഈ സമയത്താണ് എക്സാം സെന്റർ സെലക്ട് ചെയ്യേണ്ടത്. അതുകൂടാതെ 10ലെയും 12ലെയും റോൾ നമ്പർ, പെർസെൻറ്റേജ്, ബോർഡ് എന്നിവയും ആഡ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ആപ്ലിക്കേഷൻ ഫീസും നൽകണം. ബേസിക് രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് കാറ്റഗറി സർട്ടിഫിക്കറ്റുകളും അതുപോലെ 10ലെയും 12ലെയും സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കാറ്റഗറി സർട്ടിഫിക്കറ്റ് റിസൾട്ട് വന്നതിന് ശേഷം അഡ്മിഷന് വേണ്ടി പോകുന്ന സമയത്താണ് എയിംസിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. OBC കാറ്റഗറിയിൽ ഉള്ളവർ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് സെൻട്രൽ പർപ്പസിന് ഉള്ളതാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കഴിഞ്ഞ വർഷം എയിംസിലെ എൻട്രൻസ് എക്സാം എഴുതിയ കുട്ടികൾ ഇപ്പോൾ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ കോഡ് ജനറേറ്റ് ചെയ്ത് ഫൈനൽ രജിസ്ട്രേഷൻ മാത്രം നടത്തിയാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ബേസിക് രജിസ്ട്രേഷൻ. സെക്കൻഡ് സ്റ്റെപ്പാണ് കോഡ് ജനറേഷനും ഫീ പേയ്മെന്റ്, കോഴ്സ് സെലക്ഷൻ, എക്സാം സെന്റർ സെലക്ഷൻ എന്നിവ. ബേസിക് രജിസ്ട്രേഷൻ അക്സെപ്റ്റ് ആയവർക്ക് മാത്രമാണ് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ +2 എക്സാം എഴുതുന്ന കുട്ടികൾക്കും ബേസിക് രജിസ്ട്രേഷൻ ചെയ്യാം. BSc നഴ്സിംഗിന് ഗേൾസ് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പോസ്റ്റ് ബേസിക്, BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ എന്നിവയ്ക്ക് ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ OBC വിഭാഗങ്ങൾക്ക് 2000 രൂപയും SC/ST EWS വിഭാഗത്തിന് 1600 രൂപയുമാണ്. ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ബേസിക് രജിസ്ട്രേഷനിൽ ഫോട്ടോ, തമ്പ് ഇംപ്രഷൻ, സിഗ്നേച്ചർ എന്നിവ വളരെ ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.